എല്ലാരും ആ ബോർഡ് ഓർമ്മകളുടെ നിഴലിൽ സ്നേഹബന്ധം വീണ്ടും പൂത്തലയും സംഗമം. ശരിയല്ലേ? വന്നപ്പോ എന്തായാലും എന്തൊരു ആഹ്ലാദമാണ്. എനിക്ക് തന്നെ കൊതി തോന്നിപ്പോയിട്ട് ആ പഴയ ഓർമ്മകളിൽ ഓരോരുത്തരും കെട്ടിപ്പിടിക്കുകയും. മൂന്ന് വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഈ പരീക്ഷണത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നത്. Colleagues of Ernakulam branch, and we are going to have a lovely time meeting each other and also having a little bit of games and other things to bring back those old memories. Sandatam karatariyam chitra chaduri kattiyum handacharu kadakshamalave akarashmi കൊതി തീരാത്ത മതി വരാത്ത ജീവിതം ഈ മനോഹര തീരത്ത് എന്നും ആയിരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ യാത്ര അവസാനിപ്പിച്ച് മതിയാകും. ഒരുപാട് ഇനിയും നൽകാനും ഒരുപാട് ഇനിയും ചെയ്തു തീർക്കാനും നമ്മളോടൊപ്പം ജോലി ചെയ്ത 25 പേർ നമ്മുടെ വിട്ടിരുന്നു. പ്രാർത്ഥനയോടെ ഈ ആത്മാക്കൾക്ക് മുമ്പിൽ ശിരസ്സൊന്നു വയ്ക്കുക. പ്രാർത്ഥനയോടെ കണ്ണുകളടച്ച് 2 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. Dear seniors, colleagues and friends, എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവമായ സുപ്രഭാതം. SBI എറണാകുളം ബ്രാഞ്ച് റിട്ടയർഡ് ജീവനക്കാരുടെ ഈ സംഗമത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സൗഹൃദങ്ങൾ, ഓർമ്മകൾ ഇതെല്ലാം വീണ്ടും ഓർക്കുന്ന ഒരു സ്നേഹ സംഗമം കൂടിയാണ്. 1976 മുതൽ 2025 വരെയുള്ള എറണാകുളം SBI ബ്രാഞ്ചിൽ ഏകദേശം ഒരു 2 വർഷക്കാലം ജോലി ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. വർഷങ്ങൾ കുറവാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഒരു മനുഷ്യ ബന്ധങ്ങളുടെ വേദിയായിരുന്നു. ഏകദേശം ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന അത്രയോ, അതായത് ഒരു 200 പരം അന്ന് ഈ ബ്രാഞ്ചിൽ 2 നിലകളിലായി ജോലി ചെയ്തിരുന്നു. സുഹൃത്തുക്കളെ, കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കാലം കടന്നുപോയ സൗഹൃദങ്ങൾ ഒരിക്കലും മങ്ങുന്നില്ല, മായുന്നില്ല. ഈ പരിപാടിക്ക് വേണ്ടി സമയം കണ്ടെത്തിയ എല്ലാ സ്നേഹത്തോടും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യ, വിരഹാത്രയായ സന്ധ്യ, ഇന്നാരോ വിരൽ നീട്ടി മനസ്സിൻ മനുഷ്യർക്ക് ഭൂതകാലത്തോട് വല്ലാത്ത പ്രണയമാണല്ലേ. നമ്മൾ ഇന്ന് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഈ ദിവസം ഒന്ന് എത്തിയ മതിയാന്ന് കരുതി. റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ സന്തോഷപ്രദമാക്കാം? ഇതിലും കൂടുതൽ സന്തോഷിക്കാൻ കാരണങ്ങളൊന്നും വേണ്ടല്ലോ അല്ലേ? ഇത്രയും കാരണങ്ങൾ ധാരാളം മതിയാകും. റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ സന്തോഷപ്രദമാക്കാം? പിന്നെ അതുമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എവ്രിബഡി തിങ്സ് ഓഫ് ഹാപ്പിനെസ്. ജീവിതത്തിൽ എന്തെല്ലാം വേണം, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവുമാണ് വേണ്ടതെന്ന് എല്ലാവരും കണ്ണടച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം
ഞാൻ എന്റെ മെമ്മറിയെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെമ്മറി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകും. ട്രെയിൻഡ് ആൻഡ് അൺട്രെയിൻഡ് മെമ്മറി, അതുപോലെ ചിന്ത, ഇതിനൊന്നും ഒരു തടസ്സവും നമുക്കില്ലാതാവും. ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ ഉണ്ടായാലും കുറച്ചൊക്കെ വല്ല സെൽസ് ഡാമേജ് വന്നാലും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നിലനിർത്തി പോകാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നിലനിർത്തി പോകാൻ പറ്റുന്നിടത്തോളം കാര്യം നമുക്കൊന്നും പേടിക്കാനില്ല. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് പറഞ്ഞു, ഒരു 60 വയസ്സ് Thank you. I'm so happy and delighted to be here. I love meeting pensioners. Here today to tell you all that you are very valuable to State Bank of India, and your contributions to this mighty organization has brought it to the level it is now. And the organization is in safe hands. We will ensure all possible efforts to take this mighty organization to the greatest level possible. നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഡിജിറ്റൽ ഫ്രോഡുകളെ കുറിച്ചാണ്. അതിൽ കൂടുതലും ഇരകളാകുന്നത് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, പെൻഷനേഴ്സിന്റെ കയ്യിൽ സഫീഷ്യന്റ് ഫണ്ട്സ് ഉണ്ട്. നിങ്ങളുടെ ATM കാർഡ്, നിങ്ങളുടെ എത്ര പേര് നിങ്ങളുടെ ATM കാർഡ് ATM-ലല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്? എത്ര പേര്? നമുക്ക് വെട്ടി റെഡിയാക്കി എത്തിരിക്കുകയാണ്. നമുക്ക് പിന്തുണയ്ക്കാം. താങ്ക് യു സൗമ്യ. അപ്പോൾ ഞാൻ പ്രത്യേകം സാറേ നമസ്കാരം കണ്ടിരുന്നു. അടുത്ത കയ്യൊരിക്കൽ കുറവ് പോലെയാണ്. കൂടുതൽ A warm good morning to all. നിങ്ങളെല്ലാവരും കാണുന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള യങ്ങായിട്ടുള്ള ഹാർട്ടായിട്ടുള്ള ആൾക്കാരെ കാണുന്നത് വളരെ അപൂർവമാണ്. സോ ഹാവ് എ ഗ്രേറ്റ് ടൈം ആൻഡ് ലെറ്റ് മീ താങ്ക് ഗോഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആസ് വെൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നതിന്റെ ഉദ്ദേശം വേറെ ഒന്നല്ല. എൻ്റെ പേര് ഇനിമൈ. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് SBI ലൈഫ്. നിങ്ങളുടെ പേരക്കുട്ടികൾ ഉണ്ടാവും. ആ പേരക്കുട്ടികൾക്ക് നിങ്ങളുടെ വക ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കാനും ഉണ്ടാക്കി കൊടുക്കാനും ഉള്ള ഒരു അവസരത്തിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. 20 വർഷത്തെ ടൈം ഡ്യൂറേഷൻ ആണ്. സോ അപ്പം നിങ്ങളുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ എന്നുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സൊല്യൂഷൻ ആണ്. അടുത്തത് നമ്പർ കമ്മിങ് ഔട്ട് ഫോർ യു.
32, 41, 41, 59, 79. അത് ടോപ്പ് ലൈൻ ആണ്. 54, 37, 37, 56, 56, 71. 71, ഓക്കെ. അത് 8, 10, 10, 20, 59, 66, 68, 71, 79. രണ്ടുപേർക്കും പല വഴികളിൽ വന്നവർ നമ്മൾ, പല വഴികളിൽ വന്നവർ നമ്മൾ, പല രുചികൾ നുണഞ്ഞവർ നമ്മൾ. ഒരുപാട് നാളുകൾ ഈ തണൽ ഛായയിൽ സ്നേഹിച്ചു നിന്നവർ നമ്മൾ, സ്നേഹിച്ചു നിന്നവർ നമ്മൾ. ഒരുപാട് നാളുകൾ ഈ തണൽ ഛായയിൽ ജീവിതം നെയ്തവർ നമ്മൾ, ജീവിതം നെയ്തവർ നമ്മൾ. എല്ലാവരും നോക്കിയിട്ട് അവരവരുടെ കയ്യിലുള്ളത് പിടിച്ചിട്ട് നിങ്ങളുടെ കാറ്റഗറിയിലുള്ളവരെ കൊണ്ട് ഇവിടെ വന്ന് ഏത് ഗ്രൂപ്പ് ആദ്യം വന്ന് നിൽക്കുന്നുണ്ടോ ആ ഗ്രൂപ്പിക്കാണ് പ്രൈസ്. ABCDEFGHIJ വെച്ചിട്ട് യാരാണ് കറക്റ്റ് നമ്പർ, മൊബൈൽ നമ്പർ എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. കസ്തൂരി കൈയിലിട്ട് കണ്ണീരുത്തി, മുത്തോട് മുത്തു വെച്ച വളർത്തിരുത്തി, കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളർത്തിരുത്തി. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങളുടെ സ്നേഹം മാത്രം. താങ്ക് യു. ഏതാണ്ട് 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വീണ്ടും അടുത്ത 3 വർഷത്തെ കാത്തിരിപ്പുമായി നമ്മളോട് പിരിയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ആ 3 വർഷത്തെ ഈ ഇതിലുണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയെ മാത്രമേ എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളൂ. നോക്കുന്ന ആളാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിന് ആ ഒരു അംഗീകാരം കൊടുത്തത് നമ്മളെ എറണാകുളം ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു സ്വീകരണം നമ്മൾ ഇതേ വേദിയിൽ വെച്ച് തന്നെ കൊടുത്തതാണ്. അത് അദ്ദേഹം സ്വീകരിച്ചാണെങ്കിൽ തന്നെ നമ്മുടെ എറണാകുളം വീണ്ടും ഒരുമിക്കും എന്ന് മാത്രം ഒരുമിക്കാൻ അവസരം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിക്കൊണ്ട് ഒരു നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മുടെ എല്ലാവരോടും സ്നേഹത്തിലായിരിക്കുക. അതുണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ഹാപ്പിയാകും. അങ്ങനെ ആയിരിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നിരുന്നു. ഏതായാലും ആ ഒരു അവരുടെ അപകടത്തിൻ്റെ വാക്കുകളും നമ്മുടെ മനസ്സിൽ ഏറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ ആശംസ പ്രസംഗം നടത്തിയ എറണാകുളം ബ്രാഞ്ചിലെ ചീഫ് മെമ്പർ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി ഒരുമിച്ചുകൊണ്ട് 2029 നാം എല്ലാവരും ഒന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. ചൈതേ
എല്ലാവരും